കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ജൂത പാരമ്പര്യത്തിന് ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. അത്തരത്തിൽ ഒരു യഹൂദ പാരമ്പര്യം പാവറട്ടിക്കും അവകാശപ്പെടാനുണ്ട്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുസ്വരൂപവുമായി ബന്ധപ്പെട്ട ചരിത്രമറിയാം ഇന്നലകളിലൂടെ. നമ്മുടെ നാട്ടിൽ ജൂതശബ്ദം ചേർന്ന സ്ഥലനാമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പാലയൂരിലെ ജൂതക്കുന്നും അതിനോട് ചേർന്ന് അറിയപ്പെട്ടിരുന്ന ജൂതൻ ബസാറും. 40 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉയർന്ന പ്രദേശം തന്നെയായിരുന്നു തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള ജൂതക്കുന്ന്. അവിടെ യഹൂദ സിനഗോഗ് നിലനിന്നിരുന്നു. നേരിട്ടല്ലെങ്കിലും ഇത്തരത്തിൽ ഒരു യഹൂദ പാരമ്പര്യം പാവറട്ടിക്കും അവകാശപ്പെടാനുണ്ടെന്നാണ് ചരിത്രകാരനും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ അഭിപ്രായപ്പെടുന്നത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ യൗസേപ്പിതാവിന്റെ രൂപം ഒരു യഹൂദ കമ്പനിയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. 1877 തുടങ്ങി 1885 നിർമ്മാണം പൂർത്തിയാക്കിയ പള്ളിയിൽ ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ സ്വരൂപം മധുബഹായിൽ പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയും സ്വരൂപം വാങ്ങിക്കൊണ്ടുവരുവാൻ എണ്ണ വ്യാപാരത്തിനായി കൊച്ചിയിലേക്ക് പതിവായി പോകാറുണ്ടായിരുന്ന ഒലക്കേങ്കിൽ പാവുമാണിയെ ഉത്തരവാദപ്പെടുത്തുകയും ചെയ്തു. കുമിൾമരത്തിൽ പണിത പാവറട്ടി പള്ളിയിലെ യൗസേപ്പിതാവിന്റെ സ്വരൂപം മാണി വാങ്ങിയത് കൊച്ചിയിലെ കൊടാർ കമ്പനിയിൽ നിന്നായിരുന്നുവത്രേ. ഈ കൊടാർ കമ്പനി വ്യക്തമായും ഐക്യ കേരള സ്ഥാപന ദിനം വരെ കൊച്ചിയുടെയും കേരളത്തിൻ്റെയും വ്യാപാര മേഖലയിൽ തിലകക്കുറി പോലെ ശോഭിച്ചിരുന്ന എസ് കോഡാർ എന്ന യഹൂദ വ്യാപാര പ്രമാണിയുടെ കുടുംബസ്ഥാപനമായിരുന്നു. സാമുവൽ കൊടാർ ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന് പിന്നിലെ പ്രധാന വ്യക്തി. അതായത് പാവറട്ടി പള്ളിയിലെ മാർ ഔസേപ്പിതാവിന്റെ കുമിളിൽ തീർത്ത സ്വരൂപം അവിടെ എത്തിച്ചത് എസ്കോഡാർ എന്ന യഹൂദ വ്യാപാരിയുടെയോ അദ്ദേഹത്തിന്റെ മുൻഗാമികളുടെയോ സ്ഥാപനത്തിലൂടെ ആയിരുന്നുവെന്ന് വ്യക്തമാണെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ പറയുന്നു. പാവറട്ടിയുടെ യഹൂദ പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുസ്വരൂപം. പാവറട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രം പണിത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഒരു തിരുസ്വരൂപം ആവശ്യമാണല്ലോ എന്ന ഒരു ചിന്തയിൽ ഈ ഒരു രൂപത്തെ കണ്ടെത്തുന്നത്. പാവറട്ടിയും കൊച്ചിയുമായുള്ള ഒരു വ്യാപാര ബന്ധത്തിൻ്റെ ഒരു കഥ കൂടിയാണത്. അവിടെ എസ് കൊഡാർ എന്ന് പറയുന്നത് സാമുവൽ കൊഡാർ എന്ന് പറയുന്ന ഒരു യഹൂദ പ്രമാണി സ്ഥാപിച്ച ഒരു മഹത്തായ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് നമ്മുടെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ രൂപം കൊണ്ടുവന്നത്. ഈ കമ്പനി കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്നും അതൊരു ഹെറിറ്റേജ് ആയി നിലനിൽക്കുന്നുണ്ട്. ഈ കൊച്ചിയിലെ മട്ടാഞ്ചേരി സിനഗോഗിൻ്റെ അടുത്ത് എസ് കൊഡാർ എന്ന് പറയുന്ന ആ ഒരു കമ്പനി നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാം പോയെങ്കിലും അതൊരു സ്മാരകമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പണ്ട് കാലത്ത് കൊച്ചിയിലെ ഇലക്ട്രിഫിക്കേഷനും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടവും വിദേശ ഭരണകൂടവും തമ്മിലുള്ള ഒരു പാലമായിട്ടും ഈ ഒരു കൊടാർ ഭവനം ഒരു വ്യാപാര സ്ഥാപനം ഒരു നിലനിന്നിരുന്നു എന്നതും ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ പാവറട്ടിയുടെ ഒരു യഹൂദ പാരമ്പര്യത്തിലേക്ക് ഈ ഒരു കുടുംബത്തിന്റെ ഓർമ്മകളും കടന്നു വരുന്നുണ്ട്. യഹൂദ സ്ഥാപനം കൊടുത്ത യൗസേപ്പിതാവിന്റെ സ്വരൂപം മധുബഹായിൽ വെച്ച് വിവിധ തരം വണക്കങ്ങളിലൂടെയും പെരുന്നാൾ ആഘോഷങ്ങളിലൂടെയും ലോകം അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ സമൂഹം അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. പാവറട്ടിയിലെ യൗസേപ്പിതാവിന്റെ സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും മാതൃകയായി അറിയപ്പെടുന്ന ഈ തച്ചന്റെ സ്വരൂപത്തിലൂടെയും പാവറട്ടി പള്ളി പണിത തലമുറയുടെ സർവ്വതോന്മുഖമായ പ്രയത്നത്തിലൂടെയും എസ് കൊഡാറിൻ്റെയും കുടുംബത്തിൻ്റെയും സ്മരണകളിലൂടെയും വ്യക്തമാകുന്നത് ഒന്നു മാത്രമാണ്: കേരള സമൂഹത്തിലെ ഏറ്റവും പ്രാദേശികമായ തലത്തിൽ തന്നെ അതിശക്തമായിരുന്ന മതനിരപേക്ഷതയുടെ ദർശനങ്ങളും മൂല്യങ്ങളുമാണത്.